കുലസ്ത്രീ വേർഷൻ ഒന്ന് പറഞ്ഞ് വൈറലായ ഒരാളാണ് ഡോക്ടർ നിഷ റാഫേൽ എന്ന് പറയുന്നത്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് ചായയൊക്കെ വെച്ച് കൊടുത്ത് ഭർത്താവിന്റെ കാലൊക്കെ തൊട്ട് വണങ്ങി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കുലസ്ത്രീ എന്നൊക്കെയാണ് നമ്മളിങ്ങനെ പറയാ. എന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത്? ഒരു ദിവസം ഒന്ന് ജോലിക്ക് പോകുന്ന കാണുന്നുണ്ട്, പിറ്റേ ദിവസം കാണുന്നത് ഒന്ന് വഴക്ക് പോലും പറയാതെ ഡിവോഴ്സ് നോട്ടീസ് തരികയാണ്. ഞാനൊന്നും അറിയണ്ടേ ഞാൻ എന്ത് പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നത്? എല്ലാ റിലേഷൻഷിപ്പിലും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഒരേപോലെ കിട്ടണം. ഞാൻ എൻ്റെ ഭർത്താവിന് ആഹാരം കൊടുക്കും, കപ്പ് ഓഫ് ടീ കൊടുക്കും. ആ ഒരു കപ്പ് ഓഫ് ടീ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കവിടെ വേണം. നീ എന്താ കരയാതിരുന്നത്, നീ എന്തൊരു മോശം പെണ്ണാണ് എന്ന് ചോദിക്കുന്നത്. പെൺകുട്ടികളായി കഴിഞ്ഞാൽ വിഷമം വേണ്ടേ? ആ കൊച്ചു ചോദിക്കുന്നുണ്ട്, എന്നെ എന്താ അറക്കാൻ കൊടുത്തതാണോ, ഞാൻ കരഞ്ഞോണ്ട് പോവാ, ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇയാളെ കല്യാണം കഴിക്കുക എന്നുള്ളത്. എല്ലാവരും നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരേ ട്രസ്റ്റബിൾ ആണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ട്രസ്റ്റബിൾ അല്ല എന്നുള്ളത് എനിക്ക് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. ചിത്ര, കഴിഞ്ഞ ദിവസമായിരുന്നു ഡോക്ടർ നിഷ റാഫേലിൻ്റെ അക്കൗണ്ടിൽ ഞാനൊരു പോസ്റ്റ് കാണുന്നത്. ആരാണ് ഈ കുലസ്ത്രീ? എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളൊന്ന് പറഞ്ഞു തരുമെന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതിനകത്തിൽ റാണി പത്മിനി എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടുമായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. അതിനകത്തിൽ ഹെയ്തി സൈദയുടെ ഒരു കമൻ്റ് ആയിരുന്നു ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ലൈക്ക് ഇട്ടൊരു കമൻ്റ് ആയിരുന്നു, നിങ്ങൾ ഇട്ട ആ ഒരു പാട്ടിനകത്തിൽ തന്നെ ഉണ്ട് ഇതിനുള്ള ഉത്തരം എന്നുള്ള ഒരു രീതിയിൽ. ശരിക്കും കുലസ്ത്രീ വേർഷൻ ഒന്ന് പറഞ്ഞ് വൈറലായ ഒരാളാണ് ഡോക്ടർ നിഷ റാഫേൽ എന്ന് പറയുന്നത്. എന്തായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പുകൾ വരുമ്പോ കാണാറുണ്ട്. അങ്ങനെ വൈറലായ ഭാഗം തന്നെയായിരുന്നു ശരിക്കും അതിനകത്തിലെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവരുടേതായിട്ടുള്ള ഒരു രീതി, ഒരു സിസ്റ്റത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചു. അതാണ് വൈറലായതും. പുള്ളിക്കാരത്ത് ഇപ്പൊ ഈ പോസ്റ്റ് ഇടാനുള്ള കാരണം അത് തന്നെയാണ്. ആരാണ് ഈ കുലസ്ത്രീ എന്ന് പറഞ്ഞു തരൂ എന്ന ചോദ്യം ആണ് എനിക്കൊന്ന് പ്രേക്ഷകരോട് ചോദിച്ചതാണ്, ആരാണ് കുലസ്ത്രീ എന്ന്. ഇത് എന്തായിരുന്നു അങ്ങനത്തെ പറയാനുണ്ടായിരുന്ന സാഹചര്യം? ആനീസ് കിച്ചൺ തന്നെയായിരുന്നു. ആനീസ് കിച്ചണിലെ ഗസ്റ്റ് അങ്ങനെ വന്നിട്ട് രണ്ട് നേരത്തെ നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് ചേച്ചിമാരിരുന്ന് ഒരു കുടുംബശ്രീ മീറ്റിംഗ് ഒക്കെ പോലെ ഒരു ആങ്കർ ആയിട്ടിരുന്ന ആനീസ് കിച്ചണിൽ ആനി ചോദിക്കുകയാണ്, ആരാണ് കുലസ്ത്രീ, ആരാണ് ഇത് ഫെമിനിസ്റ്റ്, ഈ ഒരു ചർച്ചയാണ്. അപ്പൊ തിരിച്ചു ഭയങ്കര ചുറ്റി. ഞാനും ഇങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്, എനിക്കും അറിയത്തില്ല ആരാന്നതൊക്കെ. അതായിരുന്നു വൈറലായൊരു പോർഷൻ എന്ന് പറയുന്നത്. ഇത് കുലസ്ത്രീ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ പറയുമ്പോഴേക്കും ഇവരുടെ തോട്ട്, അതല്ലെങ്കിൽ ഈ പണ്ടത്തെ ആൾക്കാരുടെ ഒരു തോട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയുക കുലസ്ത്രീ, അല്ലെങ്കിൽ ഭർത്താവിനെ ദൈവത്തിനെ പോലെ കാണുന്ന ആളുകളാണ് കുലസ്ത്രീ. അല്ലെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് ചായയൊക്കെ വെച്ച് കൊടുത്ത് ഭർത്താവിന്റെ കാലൊക്കെ തൊട്ട് വണങ്ങി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കുലസ്ത്രീ എന്നൊക്കെയാണ് നമ്മളിങ്ങനെ പറയുക. അല്ലെങ്കിൽ സദാചാരം കൂടുതലുള്ള മനസ്സുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ പൊതുവെ കുലസ്ത്രീ എന്നൊക്കെ പറയാറുള്ളത്. കുറെ കൂടി ഉണ്ടാവും സവിശേഷതകൾ, പക്ഷെ എനിക്കിപ്പോൾ ഇത്രേ കിട്ടുന്നുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള തോട്ടുകൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പറയാൻ പാടില്ല, ഓക്കെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കാവൂ, ഇതാണ് ശരി എന്നുള്ളത് പറയാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഞാനൊരു അങ്ങനത്തെ ഒരു മൈൻഡുള്ളൊരു ആളാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എൻ്റെ മൈൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര എന്താ പറയാ, എനിക്ക് ഇപ്പം എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണറിനെ എനിക്ക് ഭരിച്ച് ജീവിക്കണം എന്നുള്ളൊരു മൈൻഡില്ല എനിക്ക്. പൊതുവെ എനിക്ക് അവര് പറയുന്നത് കേട്ട് എനിക്ക് അങ്ങനെ ഒരു പെറ്റിനെ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കൂടുതലും ആഗ്രഹം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയും ആക്ച്വലി കുലസ്ത്രീ എന്ന് പറയാറുണ്ട്. കാരണം ഭർത്താവ് പറയുന്നത് അത് വേറൊരു രീതിയിൽ ചിന്തിക്കരുത്. കാരണം ഇപ്പോൾ ഭർത്താവ് പറയുന്നത് കേട്ട് മാത്രം ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നതിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോവാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്ത ആളുകൾ എന്ന് വെച്ച് നമ്മൾ അങ്ങനത്തെ ഒരു അടച്ചങ്ങ് ആക്ഷേപിക്കുന്ന പോലെ അല്ല അത്. കാരണം എനിക്കതാണ് ഇഷ്ടം. അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ അച്ഛൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ നിൽക്കാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ അച്ഛാ ശരി അച്ഛാ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എൻ്റെ ഒരു പാർട്ട്ണർ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ അതുപോലെ കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ. ഈ ഒരു ചർച്ചയിലെ ആ ഒരു പാട്ടിനെ പറ്റി തന്നെയായിരുന്നു ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നത്. റാണി പത്മിനിക്കകത്തില് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എല്ലാ റിലേഷൻഷിപ്പിലും, ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഫാമിലി
അച്ഛൻ അമ്മ ആ ഒരു മക്കൾ ആ റിലേഷൻഷിപ്പിലാണെങ്കിലും പാർട്ട്ണർഷിപ്പിലാണെങ്കിലും എല്ലാ റിലേഷൻഷിപ്പിലും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഒരേപോലെ കിട്ടണം. ഇപ്പോൾ ചിത്ര ഈ പറഞ്ഞൊരു രീതിയിൽ ഡിസിഷൻ മേക്കിങ്ങും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കുന്ന രീതിയിലാണ് എനിക്ക് ആ ഒരു പാട്ടിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഒരു കൺസെപ്റ്റ് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് റാണി പത്മിനി കാണുന്നത്. റിലീസൊക്കെ കഴിഞ്ഞ് എന്തോ ഒരു കാര്യം കൊണ്ട് ഇങ്ങനെ സ്റ്റക്കായി കാണണോ വേണ്ടോ അങ്ങനെ എന്നിട്ട് ഒരു ദിവസം കണ്ടു. ഹോട്ട്സ്റ്റാറിൽ തന്നെയാണ് കണ്ടത്. കണ്ട സമയത്ത് ശരിക്കും എനിക്ക് ഈ കുലസ്ത്രീ വേർഷൻ ആ ഒരു തുടക്കം തൊട്ട് ഈ ഒരു പാട്രിയാർക്കിക്കൽ സിസ്റ്റത്തിൽ വളർന്നു വരുന്ന ഒരു പെൺകുട്ടി, ചിത്ര പറയുന്ന പോലെ അച്ഛൻ അമ്മ ഇങ്ങനെ എല്ലാം കേട്ട് ഒരു പെറ്റായി നിൽക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഫാമിലി ലൈഫിലേക്ക് കടക്കുമ്പോഴും അതേപോലെ തന്നെ എന്താണ് ആ ഒരു മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അവിടെയും ആ ഒരു പെറ്റിങ് പോലെ തന്നെ നിൽക്കുന്ന മഞ്ജു വാര്യറിന്റെ ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ പെൺകുട്ടി അറിയുന്നത് എന്താ ഡിവോഴ്സ്. അറിയുന്നില്ല എന്താ സംഭവം, ഭർത്താവുമായിട്ടൊരു പ്രശ്നമില്ല, ഒരു കാര്യമില്ലാത്തൊരു സുപ്രഭാതത്തില് അമ്മായിമ്മ കൊടുക്കുന്നത് ഡിവോഴ്സ് പെറ്റീഷൻ അവൻ ഒപ്പിട്ടു എന്നുള്ളത്. ആ പെൺകുട്ടി അങ്ങ് സ്റ്റക്കായി പോവാണ്. അവരുടെ ഫസ്റ്റ് ആ ഒരു ട്രാവൽ തന്നെ എന്തിനാണ് ഈ ഡിവോഴ്സ് നോട്ടീസ് എനിക്ക് തന്നതെന്ന് ചോദിക്കാനാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത് തന്നെ. ശരിക്കും ആ ഒരു സിനിമ കണ്ടപ്പോൾ ആ ഒരു ഫെമിനിസം എനിക്ക് ഈ അടുത്തിടയ്ക്ക് ഇതായ ഒരു സിനിമ ആയിരുന്നല്ലോ ഫെമിനിസ്റ്റ് ഫാത്തിമ. ഫെമിനിസം പറഞ്ഞു വെറുതെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാതെ ചില ഫ്രെയിമുകളിലൂടെ തന്നെ ഫെമിനിസം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നുവെച്ചാൽ ഒന്നും ചെയ്യുന്നില്ല, അവിടെ ആർഗ്യുമെന്റ്സ് ഇല്ല, ഭരണമില്ല, ഭർത്താവ് ഭരിക്കുന്നില്ല ഭാര്യ തിരിച്ചും ഭരിക്കുന്നില്ല. വളരെ മനോഹരമായ ഒരു കുടുംബം, പക്ഷെ സൈലന്റ് ആയിട്ട് ആ ഒരു ആധിപത്യം എന്ന് പറയുന്നത് കാര്യമില്ലേ. എന്നുവെച്ചാൽ പണ്ട് ഈ മുത്തലാഖ് ചൊല്ലി പിരിയുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ അറിയുന്നില്ല. ഞാനൊന്നും അറിയണ്ടേ, ഞാൻ എന്ത് പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നത്, എന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത്. ഒരു ദിവസം ഒന്ന് ജോലിക്ക് പോകുന്ന കാണുന്നുണ്ട്, പിറ്റേ ദിവസം കാണുന്നത് ഒന്ന് വഴക്ക് പോലും പറയാതെ ഡിവോഴ്സ് നോട്ടീസ് തരികയാണ്. അപ്പം ഈ ഒരു പോസ്റ്റിന് ഈ ഒരു പാട്ടിട്ട സമയത്ത് ഹെയ്ദിയുടെ ആ ഒരു കമന്റ് ഞാൻ എടുത്തു പറയാൻ കാരണം കറക്റ്റ് ആ ഒരു ഫിലിം എന്ത് മനോഹരമായിട്ടാണ് ഫെമിനിസത്തിന്റെ മറ്റൊരു വേർഷൻ കാണിച്ചു തന്നത്. കുലസ്ത്രീ എന്ന് പറയുമ്പോൾ കുലസ്ത്രീക്കകത്ത് തന്നെയും നമ്മൾ പണ്ട് ഈ പറയുന്ന രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരിൽ പോലും ഡിസിഷൻ മേക്കിങ്ങിന് ആ ഒരു ഫാമിലിയിൽ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരേപോലെ തീരുമാനം എടുക്കാൻ സാഹചര്യം ഒരുക്കി തരുന്നത്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു തീരുമാനം ഇപ്പോൾ അയാളുടെ തീരുമാനമാണ് എനിക്ക് താല്പര്യം, എന്നാൽ പോലും അയാൾ എന്നോട് ഇപ്പോൾ ചിത്രയുടെ ഒപ്പീനിയൻ എന്താ, ആ ഒരു ഒപ്പീനിയൻ ചിത്രയോട് പറയാനുള്ള ഒരു അവസരവും എനിക്ക് ആ ഒരു എൻവയോൺമെന്റ് ഒരുക്കുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റ് കിട്ടുന്ന സ്ഥലത്താണ് എനിക്ക് ആ ഒരു ഫ്രീഡം കിട്ടുന്നത്. എനിക്ക് എൻ്റെ ഡിസിഷൻ പറഞ്ഞാൽ അത് അവിടെ ആധിപത്യം സ്ഥാപിക്കണമെന്നുള്ളൊരു കാര്യമല്ല, പക്ഷെ എനിക്ക് ആ ഒരു എൻവയോൺമെന്റ് അവിടെ വേണം. അവരൊരു ഡിസിഷൻ എടുത്തിട്ട് അവസാന വാക്ക് അച്ഛൻ്റെയാണ്, അച്ഛൻ അത് പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ അപ്പുറത്തേക്കും ഭാര്യയോടും മക്കളോടും ഞാൻ ഈ എടുത്ത തീരുമാനം നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നിടത്താണ് അവരൊരു മനോഹരമായ എൻവയോൺമെന്റും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫാമിലി ലൈഫും പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കും അതൊരു ആധിപത്യം സ്ഥാപിക്കുന്നതോ അല്ലാതെ ഒരു സ്ത്രീ ഒപ്പീനിയൻ പറഞ്ഞ് അവളുടെ തീരുമാനം എടുക്കുമ്പോൾ ഒരു അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് എനിക്ക് തോന്നി ഫെമിനിസവും കുലസ്ത്രീ വെർഷനൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയി പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് ഇപ്പൊ അവര് നമ്മളുടെ അടുത്ത് ഇപ്പം ഞാൻ സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ അവര് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഇഷ്ടം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ന് വെച്ച് എനിക്ക് അവര് എൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കുന്നതല്ല. അതായത് എനിക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ട് ഒക്കെ ഞാൻ അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടെങ്കിൽ ഞാൻ കേൾക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഒക്കെ അവര് എന്ത് കൊള്ളരുതാത്ത കാര്യം പറഞ്ഞാലും ഒക്കെ തലയാട്ടി നിന്നു ഞാനത് ചെയ്തോളാം എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. എനിക്കവിടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് അവര് പറയുന്നതിന് ഇപ്പൊ എനിക്ക് എൻ്റെ ലൈഫിൽ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറെ ഇങ്ങനത്തെ എന്താ പറയാ ഭയങ്കരമായിട്ട് കുറെ ഫ്രണ്ട്സിന് ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര ഓപ്പൺ അപ്പ് ആവും. അതായത് പെട്ടെന്ന് ഒരാളുടെ അടുത്ത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആവും. അതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എല്ലാവരും നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരേ ട്രസ്റ്റബിൾ ആണ് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ എല്ലാവരും അങ്ങനെ ട്രസ്റ്റബിൾ അല്ല എന്നുള്ളത് എനിക്ക് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങി ആൾക്കാരെ. ഇപ്പോൾ എനിക്ക് ഈ 5 വിരലിനുള്ളിലുള്ള സുഹൃത്ത് ബന്ധങ്ങളേ ഉള്ളൂ. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഭയങ്കര പേഴ്സണൽ കാര്യങ്ങൾ അറിയുന്ന ഈ 5 വിരലിനുള്ളിലുള്ള സുഹൃത്ത് ബന്ധങ്ങളെ എനിക്കുള്ളൂ. അത് മതി എനിക്ക്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എന്ന് വെച്ച് ഞാൻ ആൾക്കാരോട് മിണ്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാവരോടും നല്ല കൂട്ടാണ്. അപ്പോൾ
എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പക്ഷെ ഞാനത് ഒരു നിൽക്കേണ്ട സ്ഥലത്ത് ഞാനത് നിർത്താനും എനിക്കറിയാം, അത് എങ്ങനെ കൊണ്ടുപോകണമെന്നും എനിക്കറിയാം. പക്ഷെ ഇതില്ലാത്തൊരു സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന. അപ്പം ഞാനിത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. അപ്പം എൻ്റെ പാർട്ട്ണറായിരിക്കുന്ന ആളപ്പം ഇപ്പം അതിപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ പോലും, ഇപ്പം എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് അച്ഛൻ എൻ്റെ അടുത്ത് നേരത്തെ ഒക്കെ പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഇങ്ങനെ ഭയങ്കര മുഴുകി ഞാൻ അങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കുറേ നഷ്ടങ്ങൾ മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ, കുറേ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കുറേ വള്ളികൾ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ എനിക്ക് അന്ന് സംഭവിച്ചു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാനത് കുറേയൊക്കെ തിരുത്താനാണ് നോക്കിയത്. എന്ന് വെച്ചാൽ മാരകമായിട്ടുള്ള വള്ളികളൊന്നല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ പാർട്ട്ണറായിരിക്കുന്ന ആള് അയാൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എനിക്കത് ഞാനിങ്ങനെ ആലോചിച്ച് വെക്കും മനസ്സിലൊക്കെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് അവൻ എൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നത്, ഓക്കെ അത് കേൾക്കുന്നതാണ് ബുദ്ധി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു എന്താ പറയുക, നേരത്തെ സംസാരിച്ചപ്പോൾ പോലെ ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഭയങ്കര കൊലസ്ത്രീ മൈൻഡിലുള്ള ഒരു സ്ത്രീ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞാനത് കേൾക്കുന്നത്. പക്ഷെ അത് അപ്പുറത്തേക്കും ചിത്ര എങ്ങനെ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ ചർച്ചകളിലൊക്കെ കേട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാനത് കേൾക്കുന്നു, അതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ഒരു സാധനം. ഇപ്പോ ചിലതിനകത്തില് ഞാൻ എൻ്റെ ഭർത്താവിന് ആഹാരം കൊടുക്കും, കപ്പ് ഓഫ് ടീ കൊടുക്കും. ആ ഒരു കപ്പ് ഓഫ് ടീ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കവിടെ വേണം. കാരണം ഞാൻ ഇന്ന് സ്നേഹത്തോടെ ഞാൻ ഇപ്പൊ ഇത് ചെയ്തു, അതെന്റെ റെസ്പോൺസിബിലിറ്റി, എന്റെ ഡ്യൂട്ടി ആയി മാറുമ്പോഴാണ് ഒരു പ്രശ്നം. അതിനകത്ത് ബീങ് ലവ്, എനിക്ക് അയാളോടൊരു സ്നേഹം കൊണ്ട് ഞാൻ അയാൾക്കൊരു കോഫി കൊടുക്കുന്നു, എനിക്ക് അയാളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ ഞാൻ അയാൾക്ക് കുക്ക് ചെയ്ത് ഫുഡ് കൊടുക്കുന്നു. അതിന്റെ അപ്പുറത്തേക്കും ഞാൻ നാളെ ഇപ്പോൾ ഒരു ട്രിപ്പ് പോവാണ്, എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് സ്പേസ് വേണമെന്നുള്ള സമയത്ത് എനിക്ക് ആ സ്പേസ് എടുക്കാൻ പറ്റാതെ എൻ്റെ ഹസ്ബൻഡിന് നാളെ കോഫി കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, ലഞ്ച് കൊടുക്കണം. ഇതൊരു റെസ്പോൺസിബിലിറ്റി സർക്കിളിനകത്തിലേക്ക് വരുമ്പോഴാണ് എന്താണ് ഈ പറയുന്ന ഫെമിനിസം എന്നുള്ളതും എന്താണ് ഈ പറഞ്ഞ കുലസ്ത്രീ വെർഷനെ മോശമാക്കിയിട്ടുള്ള ഇങ്ങനെ കുറെ ആൾക്കാർ ഒരു പ്രശ്നം അതാണ്. നിങ്ങളത് റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റി വെക്കും, നിങ്ങൾ അത് ഡ്യൂട്ടീസ് ആക്കി മാറ്റി വെക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന പാരന്റിങ്ങിലൂടെ പഠിപ്പിക്കുന്നതാണ്, നിന്റെ ഡ്യൂട്ടീസ് ഇതാണ്, നിന്റെ റെസ്പോൺസിബിലിറ്റി ആണത്. ഒരു നല്ല ഭാര്യ ആവണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. ഈ പെൺമക്കളൊക്കെ കല്യാണം കഴിച്ചു പോകുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട റീലായിരുന്നു അത്. നീ എന്താ കരയാതിരുന്നത്, നീ ഇതൊരു മോശം പെണ്ണാണ് എന്ന് ചോദിക്കുന്നത്. പെൺകുട്ടികളായി കഴിഞ്ഞാൽ വിഷമം വേണ്ടേ? ആ കൊച്ചു ചോദിക്കുന്നുണ്ട്, എന്നെ എന്താ അറക്കാൻ കൊടുത്തതാണോ, ഞാൻ കരഞ്ഞോണ്ട് പോവാ, ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇയാളെ കല്യാണം കഴിക്കുക എന്നുള്ളത്. ഞാൻ ഓൾറെഡി എടുത്തൊരു കാര്യമാണ്. അതിനകത്ത് ഞാൻ ഇനി കിടന്ന് പൊട്ടിക്കരഞ്ഞ് എന്ത് കാര്യത്തിനാണ്? അവർക്കത് കരയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ് ഒരു വിഷയം. അങ്ങനെ പാടില്ല, ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഫെമിനിസം മോശമാവുന്നത്. അങ്ങനെയാണ് കുലസ്ത്രീ വേർഷം മോശമാവുന്നത് എങ്ങനെയാണ്, വിവാഹ ജീവിതം മോശമാവുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ഫിയർ ഇവിടെ അങ്ങ് ചിത്രീകരിച്ച് വെക്കുക. നിങ്ങൾ ഒരു ഫാമിലി റിലേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. എന്തിനാണ് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്? നമുക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഉള്ള ഒരു ഫ്രീഡം ഉള്ളിടത്താണ് രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ടാവണം. അപ്പോഴാണ് ഒരു മനോഹരമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പുകളും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കി ഫെമിനിസത്തെ കുറ്റം പറഞ്ഞ് വീണ്ടും വീണ്ടും ഇരുന്ന് ചോദിക്കുകയാണ് എന്താണ് ഈ ഫെമിനിസം? ഇത് തന്നെയാണ് ഫെമിനിസം. നിങ്ങൾക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെ കിട്ടുന്നു അവിടെയാണ് ഫെമിനിസം. അവിടെയാണ് ഈ പറയുന്ന ഇക്വാളിറ്റി പ്രദാനം ചെയ്യുന്നത്. ആണിനൊപ്പം നിൽക്കുക അങ്ങനത്തെ സാധനം അല്ല അത്. നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം, ആ എൻവയോൺമെന്റ് ഉണ്ടാവുക, അത് ചോദിച്ച് കഷ്ടപ്പെട്ട് പോയി പൊരുതിയെടുത്ത് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വെറുതെ അതിനകത്ത് ഡിമാൻഡ് ചെയ്ത് വേറെ കാര്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുമ്പോ തന്നെ വേണ്ട, ഓക്കെ ആവുമല്ല. ശരിക്കും അത് തന്നെ റാണി പത്മിനി നിങ്ങൾ ആ ഒരു പാട്ട് ചൂസ് ചെയ്തത് വളരെ നന്നായി തന്നെയാണ്. ആ പോസ്റ്റിനുള്ള ഒരു ഹൈഹൈദിയുടെ കമന്റ് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വളരെ നല്ല ചൂസിങ് ആയിരുന്നു. ചോദ്യവും നിങ്ങൾ തന്നെ ചോദിച്ചു, ഉത്തരവും നിങ്ങൾ തന്നെ പറഞ്ഞു.